മുതലപ്പുഴയിൽ പ്രശ്നപരിഹാരം തേടി ജില്ലാ കളക്ടറുമായി മത്സ്യത്തൊഴിലാളികൾ ചർച്ച നടത്തുകയാണ്. ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഡ്രഡ്ജിംഗ് വീണ്ടും തുടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ പ്രശ്നപരിഹാരം തേടിയാണ് ജില്ലാ കളക്ടറുമായിട്ടുള്ള പ്രധാന ചർച്ച. ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയിൽ തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നതിന് മറ്റു വിവരങ്ങളും? KP ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുകയാണ് മുതലപ്പുഴ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ജില്ലാ കളക്ടറും മത്സ്യത്തൊഴിലാളികളും ചേർന്നുള്ള ചർച്ച ആരംഭിച്ചിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതലപ്പുഴ അടച്ചിടുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനായിരുന്നു ഇന്നലെ അറിയിച്ചത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇതുവരെ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ മുതലപ്പുഴ അടച്ചിട്ടുകൊണ്ട് സമീപത്തുള്ള തങ്കശ്ശേരി, അതോടൊപ്പം തന്നെ നീണ്ടകര തുടങ്ങിയ അഴിമുഖം വഴിയിലെ ഹാർബറിലൂടെ മത്സ്യബന്ധനത്തിന് പോകുക എന്നാണ് മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ആ ഒരു തീരുമാനം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ഏതാണ്ട് 10, 20, 25 വർഷങ്ങളോളമായിട്ട് ഈ മേഖല, അതായത് മുതലപ്പുഴ, അഞ്ചുതെങ്ങ് മുതലപ്പുഴ വഴിയാണ് ഈ മേഖലയിലെ, അതായത് വർക്കല മുതൽ ഏതാണ്ട് പുതുക്കുറിച്ചി, മരിയനാട് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കായലിൽ നിന്നും ഏറ്റവും ആയാസകരമായിട്ട് കടലിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശവും കൂടിയാണ് മുതലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 6 മീറ്റർ സ്വാഭാവിക ആഴം നിലനിർത്തിയാൽ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു നിലവിലെ സാഹചര്യത്തിൽ 6 മീറ്റർ സ്വാഭാവിക ആഴം നിലനിർത്തുകയാണെങ്കിൽ ഈ ചെറിയ വള്ളങ്ങൾക്കും വലിയ വള്ളങ്ങൾക്കും സുഗമമായിട്ട് കടലിൽ പോവുകയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ തെക്ക് ഭാഗത്തെ പുലിമുട്ട് പൊളിച്ച് കൊണ്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി. അതിനുശേഷം ആ പുലിമുട്ട് അടയ്ക്കാൻ, അല്ലെങ്കിൽ ആ പുലിമുട്ട് പുനർനിർമ്മിക്കാനായിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്ന് വന്ന മണ്ണ്, അതായത് നമ്മുടെ കറണ്ട് ഓഷ്യൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വടക്ക് നിന്ന് തെക്കൻ ഭാഗത്തേക്ക് മണലിൻ്റെ അനിയന്ത്രിതമായിട്ട് ഒഴുക്ക്, ഈ മണൽ തെക്കൻ തീരത്ത് തെക്കൻ തീരത്തേക്ക് ഇറങ്ങുകയും അഴിമുഖത്തിറങ്ങി അഴിമുഖം പൂർണ്ണമായും മൂടപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അതിന് 2 പ്രാവശ്യം, ഈ അഴിമുഖം മൂടപ്പെട്ടതിന് ശേഷം 2 പ്രാവശ്യം അഴിമുഖം തുറന്നുകൊണ്ട് ഡ്രഡ്ജറുകൾ മറ്റും ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഡ്രഡ്ജർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. 80% പോലും ഡ്രഡ്ജർ പ്രവർത്തിക്കാത്തൊരു ഘട്ടം. ചന്ദ്രഗിരിയിൽ നിന്നുൾപ്പെടെ, കണ്ണൂരിൽ നിന്നുൾപ്പെടെയുള്ള ഡ്രഡ്ജറുകൾ ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടും എക്സ്കവേറ്ററുകൾ എത്തിച്ചിട്ടും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടുന്ന് മണൽ നീക്കം ചെയ്യാനോ സാധിച്ചിട്ടില്ല. 80% വെള്ളവും 20% മണലുമാണ് ഈ ഡ്രഡ്ജിങ്ങിലൂടെ പുറത്തു പോകുന്നത്. ഈ പോകുന്ന മണലൊക്കെ ബണ്ട് കെട്ടി നിർത്താതെ, അല്ലെങ്കിൽ ഈ മണൽ അടിയന്തരമായിട്ട് അവിടുന്ന് മാറ്റാതെ ഈ മണൽ മഴയത്തും മറ്റു ഒലിച്ച് തിരികെ അഴിമുഖത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള തീരരൂപീകരണത്തിന് പുറമെ ഡ്രഡ്ജ് ചെയ്ത മണൽ തീരത്തേക്ക് അല്ലെങ്കിൽ അഴിമുഖത്തേക്ക് ഒലിച്ചിറങ്ങി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അവിടെ നിലനിർത്തിക്കൊണ്ട് അവരുടെ ആവാസ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാർഗമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതൊരു ശരിയായ ഇടപെടലുകൾ ഉണ്ടാക്കി പരിഹരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്, മുതലപ്പുഴയിൽ ഇനി പണമിറക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല, കടലിൽ ഇനി പണമിറക്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുതലപ്പുഴ അടച്ചിടുക എന്നൊരു തീരുമാനത്തിലേക്കായിരിക്കും ഒരുപക്ഷെ റവന്യൂ വിഭാഗം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സമര പരിപാടി. ഈ ഒരു തീരുമാനം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം, സമരം കൂടുതൽ ശക്തമാക്കുന്ന ഒരു നിലപാടായിരിക്കും മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും എത്തിച്ചേരുക, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തീരുമാനത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അസ്വാഭാവികമായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിലും പെട്ടെന്ന് സമരസമിതിക്ക് ആ സമരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ ഇനി മുതലപ്പുഴ അടച്ചിടുക, ആവശ്യത്തിന് വെള്ളം നിറയുന്ന, അല്ലെങ്കിൽ കരഭാഗത്ത് വെള്ളം നിറയുമ്പോൾ ആവശ്യത്തിന് വെള്ളം തുറന്നു വിട്ടുകൊടുക്കാൻ മാത്രം മുതലപ്പുഴ തുറക്കുക എന്ന തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമരമല്ലാതെ മറ്റു മാർഗമില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് അവർ പോകും. അത്തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. KP, ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമവായത്തിനുള്ള നീക്കം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സമരം കൂടുതൽ ശക്തമാക്കുന്ന നിലപാടിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോകേണ്ടി വരുമോ എന്നതാണ് നിർണായകമായ ചോദ്യം. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.